അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫില്ലിംഗ് സ്റ്റിച്ചായ സാറ്റിനാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഏതാണ്ട് ഈ കുഞ്ഞ് 3 ഫ്ലവേഴ്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിസൈൻ. അപ്പോൾ ഞാൻ എൻ്റെ ഡിസൈനായിട്ട് ഇവിടെ മെറൂൺ, യെല്ലോ പിന്നെ ഗ്രീൻ ഈ 3 കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലവറിൻ്റെ പെറ്റൽസിന് മെറൂൺ കളറാണ് കൊടുക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എംബ്രോയ്ഡറി ത്രെഡിൻ്റെ 2 അഴ അല്ലെങ്കിൽ 1 അഴ മാത്രം എടുക്കുക. ഒരുപാട് എടുത്താൽ സ്റ്റിച്ച് വളരെ വണ്ണത്തിൽ വീഴും, സ്റ്റിച്ച് കാണാൻ ഭംഗി ഉണ്ടാവില്ല. നമ്മുടെ ഫാബ്രിക്കിൻ്റെ നിരപ്പിൽ തന്നെ ഈ സ്റ്റിച്ച് നിൽക്കും. ഒന്നുമില്ല, നമ്മൾ റണ്ണിങ് ഇടുന്ന പോലെ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് ഇട്ട് പോവുക, വേറെ ഇതിൽ ഒന്നുമില്ല. സാറ്റിൻ ചെയ്യുന്ന നീഡിൽ ചെറിയ നീഡിലെടുക്കുക, ഈ ഐഹോള് ചെറുതായിട്ടുള്ള നീഡിലെടുക്കുക. നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഭാഗത്ത് അടുപ്പിച്ചടുപ്പിച്ച് റണ്ണിങ് ഇടുന്ന പോലെ ഇട്ടിട്ട് പോവുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ സ്റ്റിച്ച് തീരാൻ കുറച്ച് ടൈം എടുക്കും, കുറച്ച് സാവകാശം മാത്രമേ ഈ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്നതുകൊണ്ട് ചെറിയ 2 അഴ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ലേറ്റാകും. ഡിസൈൻ്റെ കുറച്ച് ഭാഗം ഞാനിവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൂക്കളുടെ ഇലയ്ക്കും സാറ്റിൻ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ച് പുതുതായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ, പുതുതായിട്ട് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ ഈ ഡിസൈൻ എടുക്കുമ്പോൾ ഒരേ അളവിലുള്ള ഡിസൈൻ എടുക്കുക. അതായത് ഞാനിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന പെറ്റൽ മുകൾ ഭാഗം വീതി കൂടിയും താഴ്ഭാഗം വീതി കുറഞ്ഞാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ഭാഗം കവർ ആവാണ്ട് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ ആ സ്റ്റിച്ച് കൊണ്ടുപോകണമെന്ന് കൺഫ്യൂസ് ആവും. അപ്പോഴും നിങ്ങൾ പുതുതായിട്ട് ട്രൈ ചെയ്യുന്നവർ ഒരേ അളവിലുള്ള സ്റ്റിച്ച് എടുക്കില്ല, റൗണ്ട് ഷേപ്പോ സ്ക്വയർ ഷേപ്പോ എടുക്കുക. ഞാൻ ഈ വരച്ച പോലുള്ള ഇതൾ വരയ്ക്കാണ്ടിരിക്കുക. ഇനി സാറ്റിൻ തന്നെ നമുക്ക് 2 വിധത്തിൽ ചെയ്യാം. ഞാനിപ്പോൾ സിംഗിളായിട്ടാണ് ഇട്ട് പോയേക്കുന്നത്. ഇനി വേറൊരു മെത്തേഡുണ്ട്, ലോങ് ആൻഡ് ഷോർട്ട് മെത്തേഡ്. അതായത് ഞാനിപ്പോൾ ഇട്ട് പോയ സ്റ്റിച്ച് ഒരേ അളവിലാണ് പോയിരിക്കുന്നത്. ഈ ലോങ് ആൻഡ് ഷോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ഒരു സ്റ്റിച്ച് കുറച്ച് നീളമുള്ളതും അടുത്ത സ്റ്റിച്ച് നീളം കുറച്ചും വീണ്ടും അടുത്ത സ്റ്റിച്ച് നീളം കൂട്ടി പിന്നെ അടുത്തത് നീളം കുറച്ച് അങ്ങനെ ഇട്ട് പോകുക. അതായത് ലോങ് ആൻഡ് ഷോർട്ട്, നീളം കൂട്ടിയും കുറച്ചും ഇട്ട് പോകുക. അപ്പോൾ നമുക്ക് 2 കളറ് യൂസ് ചെയ്യാൻ പറ്റും, സ്റ്റിച്ച് കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവും. ഞാനിപ്പോൾ ഇടുന്ന സ്റ്റിച്ച് ഏതാളുടെ ഫുൾ നീളത്തിൽ ഇടുന്നില്ല, കണ്ടോ. എന്നിട്ട് അടുത്ത സ്റ്റിച്ച് ഇടുമ്പം ഈ ഇട്ട സ്റ്റിച്ചിനേക്കാളും ഒരു ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. അപ്പോൾ താഴത്തെ ഭാഗം ഫ്രീ ആയിട്ട് കിടക്കുന്ന ഭാഗം നമ്മൾ വേറൊരു കളറിട്ട് ചെയ്യും. അപ്പോൾ പൂക്കൾ കാണാൻ 2 കളറിൽ കുറച്ച് ഭംഗിയായിട്ടുണ്ടാവും. ഇനി താഴെ കിടക്കുന്ന ഫ്രീ ആയിട്ടുള്ള ഭാഗത്ത് ഇതേപോലെ ലോങ് ആൻഡ് ഷോർട്ടിൽ മറ്റൊരു കളർ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഭാഗം ഫില്ലാവുകയും നമ്മുടെ ഈ ഫ്ലവറിൻ്റെ ഈ ഇതൾ ഫിനിഷ് ആവും. ആ താഴെ വരുമ്പോൾ മുകളിൽ ലോങ് ആയിട്ട് ഇട്ട ഭാഗത്ത് താഴെ ഷോർട്ടായിട്ട് വരും, മുകളിൽ ഷോർട്ടായിട്ട് ഇട്ട ഭാഗത്ത് താഴെ ലോങ് ആയിട്ട് വരും. ഞാൻ ലോങ് ആൻഡ് ഷോർട്ട് ഇട്ട് കുറച്ച് ഭാഗം ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 കളർ ഇട്ടപ്പം ആ സിംഗിൾ കളർ ഇട്ടതിനേക്കാളും ഒരു ഭംഗി തോന്നുന്നില്ല, നമുക്കൊരു ഫ്ലവർ കാണാൻ ഒരു നല്ല ലുക്ക് തോന്നുന്നില്ലേ. ഒന്നുമില്ല, ഗ്യാപ്പ് വീണ ഭാഗത്ത് ആ 2ാമത്തെ കളർ യൂസ് ചെയ്യുമ്പോൾ മുകളിൽ ഗ്യാപ്പ് വീണ ഭാഗത്ത് ഫില്ല് ചെയ്ത് അങ്ങ് പോവുക. ഒരു സ്റ്റിച്ച് വലിപ്പം കൂടുതലിടുമ്പോൾ ഒരു സ്റ്റിച്ച് വലിപ്പം കുറച്ചിടുക. അപ്പോൾ താഴെ വരുന്ന ഗ്യാപ്പിലും അതേ മെത്തേഡിൽ തന്നെ വരുമ്പോൾ ഫിനിഷ് ആവും. ഞാൻ ഒരേ ഇതള കൂടി ലോങ് ആൻഡ് ഷോർട്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഗ്യാപ്പിൽ അടുത്ത കളർ ഇട്ടിട്ട് പോവുക. നിങ്ങൾക്ക് ലോങ് ആൻഡ് ഷോർട്ടിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കാണുന്നില്ല, പക്ഷെ നമുക്ക് ചെയ്യുമ്പോഴത് കാണാൻ പറ്റും. ഞാൻ ഈ ഫോണിൽ എടുത്തുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ആ ഗ്യാപ്പിൽ യെല്ലോ കളർ ഇട്ടിട്ട് പോവുക. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ കിട്ടും.
പിന്നെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമയൊക്കെ വേണം. സമാധാനത്തോടു കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ സംഭവം കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ള ഫ്ലവറിൻ്റെ ബാക്കിയുള്ള ഏതെങ്കിലും ഫിനിഷ് ചെയ്യുക. ഫസ്റ്റ് ലോങ് സ്റ്റിച്ച് ഇടുക, വീണ്ടും ഒരു ഷോർട്ട് ഇടുക, പിന്നെ ലോങ് ഇട്ട് കൊടുക്കുക, പിന്നെ ഷോർട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ താഴെ വരുന്ന ഗ്യാപ്പിൽ യെല്ലോ കളർ ത്രെഡ് ഉപയോഗിച്ച് വീണ്ടും ലോങ് ആൻഡ് ഷോർട്ട് ഇട്ട് പോവുക. അതായത് ആ ഗ്യാപ്പിൽ തന്നെ ഫിനിഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് ഫുൾ ഫ്ലവർ ഫിനിഷ് ചെയ്തതിന് ശേഷം കാണാം. നമ്മളുടെ ഡിസൈൻ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ പൂക്കൾക്ക് മേലേക്കും സാറ്റിൻ സ്റ്റിച്ചും വലിയ പൂക്കളിന് ലോങ് ആൻഡ് ഷോർട്ട് മെത്തേഡിലെ സാറ്റിനുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പൂക്കളുടെ സെൻറ്ററിൽ ഫ്രഞ്ച് നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്റ്റിച്ചുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.